അവിടെ കുറച്ച് സമയം ഇരുന്ന് കളിക്കട്ടെ, നമുക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ഞാൻ ആദ്യം തന്നെ കുടിക്കാൻ വെള്ളം അങ്ങോട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ എൻ്റെ ഉപ്പും മുളകും, അത് ഞാനിവിടെ എന്ത് ഡ്യൂട്ടി ചെയ്താലും എന്ത് വർക്ക് ചെയ്താലും എന്ത് പണിയെടുക്കുവാണെങ്കിലും എനിക്ക് അവിടെ കൊടുക്കൊണ്ടിരിക്കണം കേട്ടോ. ഇല്ല, അത് പണ്ടും പോലെ അങ്ങനെയാണ്. ഞാൻ ഭയങ്കര ഉപ്പും മുളകും അഡിക്റ്റാണ്. ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാകത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ബസ്മതി റൈസ് നല്ലോണം കഴുകി കുതിർക്കാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞ് ഇതാ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളിട്ട് ആദ്യം നല്ലോണം വഴറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ മീറ്റ് മസാല കൂടി ഇട്ട് പച്ചമണമൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ ഒരു 4 മുട്ട അത് ഞാൻ പൊട്ടിച്ചൊഴിച്ച് അത് നല്ലോണം ചിക്കി കൊത്തി അത് നല്ല നമ്മുടെ മുട്ട ചിക്കി കറി വെക്കുന്ന പോലെ അങ്ങ് ആക്കിയെടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് ഇങ്ങനെ ഉപ്പിട്ട് ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബസ്മതി റൈസും ഇട്ട് കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ, മുട്ടച്ചോറിൻ്റെ പണി കഴിഞ്ഞു. ഇതുണ്ടാക്കാൻ ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാതെ എനിക്കറിയാം. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞങ്ങൾ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി അവൻ്റെ കയ്യിൽ എടുത്തു കൊടുത്തു കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിന് അവൻ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ കടയിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും പിന്നെ ടൊമാറ്റോ സോസും എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും മുട്ടച്ചോറും എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുകയല്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് ഞാൻ തന്നെ കഴിച്ചിട്ട് ഞാൻ തന്നെ ആലോചിക്കുമായിരുന്നു, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണോ, കൊള്ളാലോ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന്. അങ്ങനെ കേട്ടോ ഞാൻ കഴിച്ചത്. കണ്ടോ എൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ? ഞാൻ തന്നെ ആലോചിക്കും അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന്. അപ്പോൾ കൊള്ളായിരുന്നു എന്തായാലും സംഭവം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാം. കാരണം കറികളൊക്കെ കുറവുള്ളപ്പം നമുക്കിതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണല്ലോ. കുറച്ച് മുട്ടയും സവാളയൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ സോസും ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ.